തിരിച്ചറിയാം, തിരുത്താം, മടങ്ങിവരാം ഇന്ന് തന്നെ. പ്രിയ ദൈവജനമേ, 100 ദിവസത്തെ ബൈബിൾ ധ്യാനം കത്തോലിക്ക സഭയുടെ അംഗീകൃതമായ 73 പുസ്തകങ്ങളെയും പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ്. വിശുദ്ധ അഗസ്തീനോസിന്റെ സിറ്റി ഓഫ് ഗാഡ് എന്ന ഗ്രന്ഥത്തിലെ കാലാനുക്രമമായ വീക്ഷണം പിന്തുടർന്ന് സൃഷ്ടി മുതൽ പിതാക്കന്മാർ, പ്രവാസം, പ്രവാചകന്മാർ എന്നിവയിലൂടെ കടന്ന് ഈശോ മിശിഹായിലെ പൂർത്തീകരണവും ആദിമസഭയുടെ ചരിത്രവും നാം ഇതിലൂടെ ധ്യാനിക്കുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഈ പോഡ്കാസ്റ്റ് ലഭ്യമാകുക. ഓരോ ദിവസത്തെയും വചന പ്രഘോഷണം ശ്രവിച്ചതിന് ശേഷം അതിന് ആധാരമായ ബൈബിൾ ഭാഗങ്ങൾ വ്യക്തിപരമായി വായിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ആഴ്ചയുടെ മധ്യത്തിലോ വാരാന്ത്യത്തിലോ നല്ലൊരു കുമ്പസാരവും നടത്തി ഹൃദയങ്ങളെ ഒരുക്കുവാനും വിശുദ്ധ കുർബാനയിലൂടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധിയോടെ മിശിഹായെ സ്വീകരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. വചനത്തോടൊപ്പം സഞ്ചരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ കാഴ്ചവെക്കുന്നു. പരിശുദ്ധാത്മാവെ, വചനത്തിന്റെ ജീവൻ ഞങ്ങളിലേക്ക് പകരുകയും ഞങ്ങളുടെ ആത്മാക്കളെ നവീകരിക്കുകയും ചെയ്യണമേ. പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ച് അങ്ങയുടെ സ്നേഹപ്രകാശത്തിൽ ഞങ്ങളെ നിർത്തണമേ. അങ്ങയുടെ ഇഷ്ടം മാത്രം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറവേറട്ടെ. ആമേൻ. പ്രിയ ദൈവജനമേ, പുറപ്പാട് 16 മുതൽ 40 വരെയുള്ള അധ്യായ ഭാഗങ്ങൾ ദൈവത്തിലുള്ള ആശ്രയത്വവും വിശുദ്ധമായ ഉടമ്പടിയും വ്യക്തമാക്കുന്നു. മരുഭൂമിയിലെ മന്നയും പാറയിൽ നിന്നുള്ള ജലവും ദൈവപരിപാലനയെ കാണിക്കുമ്പോൾ കൽപ്പനകൾ വിശുദ്ധ ജീവിതത്തിലേക്കുള്ള വഴി തുറക്കുന്നു. കൂടാര നിർമ്മാണം വഴി ദൈവം ജനത്തിന്റെ മധ്യേ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. പുറപ്പാട് 16, 17, 18 അധ്യായങ്ങൾ വിചിന്തനം ചെയ്യാം. മരുഭൂമിയിലെ ഇസ്രായേൽ ജനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മന്ന വർഷിച്ചുകൊണ്ട് അവരെ പോഷിപ്പിക്കുന്നു. ഹോറേബിലെ പാറയിൽ നിന്ന് അത്ഭുതകരമായി ഒഴുകിയ വെള്ളം വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന ആത്മീയ ജീവജലത്തിന്റെ പ്രതീകമാണ്. അമലേക്യർക്കെതിരായ യുദ്ധത്തിൽ മോശയുടെ പ്രാർത്ഥനയിലൂടെ വിജയം ലഭിച്ചത് വിശ്വാസ ജീവിതത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുത്തുന്നു. ജത്രോയുടെ ഉപദേശത്തിലൂടെ നേതൃത്വപരമായ വിവേകത്തിന്റെ പ്രാധാന്യം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നു. ദൈവം തന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചത് വിശുദ്ധിയിലും കൃപയിലും വളർത്താനാണെന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ കരുതൽ ദൈനംദിന ജീവിതത്തിലെ ക്ലേശങ്ങളിൽ എങ്ങനെയാണെന്ന് ഈ അധ്യായ ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ കരുതൽ ഹൃദയപൂർവ്വം ധ്യാനിക്കാൻ ഈ വചനഭാഗം നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. പുറപ്പാട് 19, 20, 21 അധ്യായങ്ങളുടെ വിചിന്തനം. സീനായ് മലയിൽ ദൈവം തന്റെ ജനവുമായി വിശുദ്ധമായ ഉടമ്പടി സ്ഥാപിക്കുന്ന സന്ദർഭമാണ് നാം ഇവിടെ കാണുക. കാർമേഘങ്ങൾക്കും മിന്നലുകൾക്കുമിടയിൽ നൽകപ്പെട്ട 10 കൽപ്പനകൾ ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹം വ്യക്തമാക്കുന്നു. ഈ കൽപ്പനകൾ സത്യത്തിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനുള്ള മാർഗരേഖ കൂടിയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ഈ പ്രമാണങ്ങളിലൂടെ പിതാവായ ദൈവം തന്റെ വിശുദ്ധി നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഉടമ്പടി ലംഘിക്കുന്നത് ദൈവത്തോടുള്ള അവിശ്വസ്തതയായി കണക്കാക്കപ്പെടുന്നു. സാമൂഹിക നിയമങ്ങളിലൂടെ നീതിയും കരുണയും പുലർത്തുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ മോശയ്ക്ക് ദൈവം നിർദ്ദേശം നൽകുന്നു. ഭയത്തോടും ഭക്തിയോടും കൂടി ദൈവസമീപം നിൽക്കുന്ന ജനത്തിന്റെ ചിത്രം നമ്മുടെ ആരാധനാക്രമത്തെ ഓർമ്മിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകങ്ങൾ 22, 23, 24 അധ്യായങ്ങളുടെ വിചിന്തനം. സാമൂഹിക നീതിയെക്കുറിച്ചും അഗതികളോടും പരദേശികളോടും കാണിക്കേണ്ട കരുണയെക്കുറിച്ചും ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. മോഷണം, നാശനഷ്ടങ്ങൾ, ധാർമ്മിക അധപതനം എന്നിവയ്ക്കെതിരെയുള്ള നിയമങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ജനതയുടെ അടിത്തറയായി അത് എഴുതപ്പെടുന്നു. ദൈവത്തിന്റെ ദൂതൻ തങ്ങളെ വഴി നടത്തുമെന്ന വാഗ്ദാനം പ്രതിസന്ധികളിൽ ജനത്തിന് വലിയ ധൈര്യം നൽകി. സീനായ് ഉടമ്പടി രക്തം തളിച്ചുറപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ ബലിയിലൂടെയുള്ള പുതിയ ഉടമ്പടിയുടെ മുൻകൂട്ടിയുള്ള അടയാളവുമാണ്. മോശയും 70 മൂപ്പന്മാരും ദൈവത്തിന്റെ സന്നിധിയിൽ ഭക്ഷിച്ചത് ദൈവവുമായുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്നു. ലേവ്യരിൽ നിന്നുള്ള പുരോഹിതന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ചും വിശുദ്ധ ആരാധനയെക്കുറിച്ചുമുള്ള ആദ്യ രൂപങ്ങൾ ഇവിടെ രൂപപ്പെടുന്നു. വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കാൻ ഈ ഭാഗങ്ങൾ നമ്മെ ശക്തമായി പ്രേരിപ്പിക്കുന്നു. പുറപ്പാട് 25, 26, 27 അധ്യായങ്ങൾ. സമാഗമ കൂടാരത്തിന്റെ നിർമ്മാണം.
ദൈവം തന്റെ ജനത്തിന്റെ മധ്യേ വസിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ അടയാളമാണ് സമാഗമ കൂടാരത്തിന്റെ നിർമ്മാണ നിർദ്ദേശങ്ങൾ. സാക്ഷ്യപേടകം, കാഴ്ചയപ്പത്തിന്റെ മേശ, പൊൻവിളക്ക് എന്നിവ ദൈവത്തിന്റെ സാന്നിധ്യത്തെയും പ്രകാശത്തെയും സൂചിപ്പിക്കുന്നു. വിലപിടിപ്പുള്ള വസ്തുക്കളാൽ അലങ്കരിക്കപ്പെട്ട വിശുദ്ധ മന്ദിരം ആരാധനയുടെ മനോഹാരിതയും ഗൗരവവും നമുക്ക് കാണിച്ചു തരുന്നു. കൂടാരത്തിന്റെ അളവുകളും നിർമ്മാണ രീതികളും സ്വർഗീയ കാര്യങ്ങളുടെ മാതൃകകളാണെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ബലിപീഠത്തിന്റെ നിർമ്മാണം പാപപരിഹാര ബലിയുടെ പ്രാധാന്യത്തെയും ദൈവവുമായുള്ള അനുരഞ്ജനത്തെയും ഓർമ്മിപ്പിക്കുന്നു. പ്രകാശത്തിനായി എണ്ണ തെളിക്കുന്ന വിളക്ക് വിശ്വാസികളുടെ ഹൃദയത്തിലെ പ്രകാശത്തെ പ്രതീകവൽക്കരിക്കുന്നുവെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. നമ്മുടെ ഹൃദയമാകുന്ന കൂടാരത്തിൽ ദൈവത്തെ വസിക്കാൻ അനുവദിക്കണം എന്ന സത്യം ഈ ഭാഗം ഓർമ്മിപ്പിക്കുന്നു. പുറപ്പാട് 28 മുതൽ 30 വരെയുള്ള അധ്യായഭാഗങ്ങൾ. പൗരോഹിത്യവും ശുദ്ധീകരണവും. അഹറോനെയും പുത്രന്മാരെയും പൗരോഹിത്യത്തിലേക്ക് അഭിഷേകം ചെയ്യുന്നതിലൂടെ ആരാധനയിലെ ക്രമവും വിശുദ്ധിയും ദൈവം ഉറപ്പാക്കുന്നു. പുരോഹിതൻ ധരിക്കേണ്ട വസ്ത്രങ്ങൾ മഹത്വത്തിന്റെയും അലങ്കാരത്തിന്റെയും വലിയ ഉത്തരവാദിത്വത്തിന്റെയും അടയാളങ്ങളാണ്. ബലിയർപ്പണത്തിനുള്ള യാഗപീഠവും സുഗന്ധധൂപം അർപ്പിക്കേണ്ട വിധവും ദൈവത്തോടുള്ള ആരാധനയിലെ സമർപ്പണത്തെ സൂചിപ്പിക്കുന്നു. ശുദ്ധീകരണത്തിനായി വെങ്കലപാത്രത്തിൽ കൈകാലുകൾ കഴുകുന്ന രീതി നമ്മുടെ ആത്മാവിന്റെ ശുദ്ധീകരണത്തിന്റെ ആവശ്യകതയെ വിളിച്ചോതുന്നു. വിശുദ്ധ പൗരോഹിത്യം ദൈവജനത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കാനുള്ള വിളിയാണെന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. സഭയിലെ ശുശ്രൂഷകരുടെ പ്രാധാന്യവും അവർക്കായി നാം പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ അധ്യായങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. പുറപ്പാട് 31 മുതൽ 31 വരെ. വീഴ്ചയും ദൈവത്തിന്റെ കരുണയും. കൂടാര നിർമ്മാണത്തിന് കലാനൈപുണ്യം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ ഭാഗത്ത് എടുത്തു പറയുന്നു. എന്നാൽ മോശ വൈകിയപ്പോൾ ജനം സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചത് മനുഷ്യന്റെ ചഞ്ചലമായ മനസ്സിനെ കാണിക്കുന്നു. ഉടമ്പടി ലംഘിച്ച ജനത്തിനു വേണ്ടി മോശ നടത്തിയ മാധ്യസ്ഥ പ്രാർത്ഥന ദൈവ കോപത്തെ തൽക്കാലം ശാന്തമാക്കി. പാപം ചെയ്ത ജനത്തെ ദൈവം ശിക്ഷിക്കുമ്പോഴും അനുതാപമുള്ളവർക്ക് അവിടുന്ന് വീണ്ടും കരുണ കാണിക്കുന്നു. ദൈവത്തിന്റെ മുഖം കാണാൻ മോശ ആഗ്രഹിച്ചപ്പോൾ തന്റെ മഹത്വം വെളിപ്പെടുത്തിയ ദൈവം അനന്തമായ സ്നേഹം കാണിച്ചു. ദൈവ സാന്നിധ്യമില്ലാതെ താൻ മുന്നോട്ട് നീങ്ങില്ലെന്ന് പറയുന്ന മോശ നമുക്ക് വലിയൊരു പാഠവുമാണ്. പുറപ്പാട് 34 മുതൽ 36 വരെയുള്ള ഭാഗങ്ങളുടെ വിചിന്തനം. ഉടമ്പടിയുടെ പുതുക്കലും സമർപ്പണവും. ദൈവം തന്റെ കരുണയുടെയും വിശ്വസ്തതയുടെയും നാമം വെളിപ്പെടുത്തിക്കൊണ്ട് ഉടമ്പടി പുതുക്കുന്ന കാഴ്ചയാണിവിടെ. ദൈവത്തെ മുഖാമുഖം ദർശിച്ച മോശയുടെ മുഖം പ്രകാശിച്ചു എന്നത് ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്നവരുടെ മാറ്റത്തെ കാണിക്കുന്നു. സമാഗമ കൂടാര നിർമ്മാണത്തിനായി ജനം നൽകിയ വസ്തുക്കൾ ആവശ്യത്തിലധികം വന്നു എന്നത് ദൈവത്തോടുള്ള അവരുടെ സ്നേഹത്തെ കാണിക്കുന്നു. ബെസാലേലും ഒഹോലിയാബും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് കലാവൈഭവത്തോടെ കൂടാരത്തിന്റെ പണികൾ ആരംഭിക്കുന്നു. ദൈവഹിതം അനുസരിച്ചുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിർമ്മാണ രീതികൾ ഓരോ വിശ്വാസിയും സ്വന്തം ജീവിതം പടുത്തുയർത്തേണ്ട വിധത്തെ സൂചിപ്പിക്കുന്നു. പുറപ്പാട് 37 മുതൽ 40 വരെയുള്ള അധ്യായ ഭാഗങ്ങൾ. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ. സമാഗമ കൂടാരത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുകയും മോശ എല്ലാം പരിശോധിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് അവസാന ഭാഗം. സാക്ഷ്യപേടകം തൊട്ട് ബലിപീഠം വരെ എല്ലാം കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ നിർമ്മിക്കപ്പെട്ടു. മോശ കൂടാരം പ്രതിഷ്ഠിച്ചപ്പോൾ കർത്താവിന്റെ മഹത്വം കൂടാരം മേഘത്താൽ നിറയുന്നു. ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായ ഈ മേഘം ഉയരുമ്പോൾ മാത്രം ഇസ്രായേൽ ജനത തങ്ങളുടെ യാത്ര തുടർന്നു. പുറപ്പാട് പുസ്തകം അവസാനിക്കുന്നത് ദൈവജനത്തിന്റെ മധ്യേ വസിക്കുന്ന കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടാണ്. നമ്മുടെ ജീവിതയാത്രയിലും ദൈവ സാന്നിധ്യത്തിന്റെ ഈ മേഘം നമ്മെ നയിക്കുന്നു എന്നത് വലിയ ആശ്വാസവുമാണ്. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിശബ്ദമായി കുടികൊള്ളുന്ന ദാഹം ദൈവത്തിനായുള്ള ദാഹമാണ്. മരുഭൂമി യാത്രയിൽ ജനം മന്നയ്ക്കും വെള്ളത്തിനുമായി മുറവിളി കൂട്ടുന്നത് ആത്മാവിന്റെ ദാഹമാണ്. ലോകം വാഗ്ദാനം ചെയ്യുന്ന താൽക്കാലിക ലാഭങ്ങൾ മരീചിക പോലെ വഴിതെറ്റിച്ചേക്കാം. എന്നാൽ ആത്മാവിന് ശാന്തി നൽകാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയൂ. പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് പോലെ ഈ ലോകത്തിലെ അലച്ചിലുകൾക്കിടയിൽ നമ്മുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. ദൈവവചനം നൽകുന്ന ശാശ്വത സമാധാനം ലൗകികമായ എല്ലാ തിളക്കങ്ങൾക്കും അപ്പുറമാണ്. മരുഭൂമിയിലെ പാറയിൽ നിന്ന് വന്ന വെള്ളം
ക്രിസ്തുവിന്റെ വിലാപ്പുറത്ത് നിന്നൊഴുകിയ രക്തത്തെയും ജലത്തെയും സൂചിപ്പിക്കുന്നുവെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. പാറയിൽ നിന്നും നീരുറവ ഉണ്ടായ ആ പ്രയാസകരമായ ഭാഗത്തെ വിശ്വാസത്തിന്റെ ഉരക്കല്ലായിട്ടാണ് ആദിമസഭ കണ്ടത്. ലൗകികമായ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ദൈവത്തിന്റെ പരിപാലനയുടെ അടയാളമാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ക്രിസ്തുവാണ് ആത്മീയമായ പാറയെന്നും അവിടുത്തെ വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്ന ഉറവയെന്നും പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിലെ വിശുദ്ധീകരണ ചടങ്ങുകളിലും മന്നയും നമ്മുടെ കൂദാശകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. മരുഭൂമിയിലെ മന്ന സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പമായ പരിശുദ്ധ കുർബാനയുടെ മുൻകൂട്ടിയുള്ള അടയാളമാണ്. ലേവ്യരുടെ ശുദ്ധീകരണ കർമ്മങ്ങൾ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കുമ്പസാരം എന്ന കൂദാശയെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ പ്രാവശ്യം നാം ബലിപീഠത്തെ സമീപിക്കുമ്പോഴും സ്വർഗീയ ഭക്ഷണം സ്വീകരിക്കുന്നു. വിശുദ്ധമായ ഒരുക്കത്തോടെ കൂദാശകളിൽ പങ്കുചേരുമ്പോൾ ദൈവത്തിന്റെ പ്രസാദവരം നമ്മുടെ ആത്മാവിൽ നിറയുന്നു. നമ്മുടെ ഈ ഭൗതിക യാത്ര അവസാനിക്കുന്നത് സ്വർഗീയ ജെറുസലേമിലാണ് എന്ന സത്യം മറക്കരുത്. സീനായ് മലയിലെ മഹത്വം വരാനിരിക്കുന്ന നിത്യ മഹത്വത്തിന്റെ ഒരു ചെറിയ മിന്നലാട്ടം മാത്രമാണ്. നമ്മുടെ പ്രവൃത്തികളും വിശ്വാസവും അന്ത്യവിധിയുടെ സമയത്ത് ദൈവത്തിന് മുന്നിൽ വെളിപ്പെടും എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഈ ഭൂമിയിൽ നാം തീർത്ഥാടകർ മാത്രമാണ്. ദൈവവചനം മാത്രമാണ് ആ ലക്ഷ്യസ്ഥാനത്തെത്താൻ നമ്മെ സഹായിക്കുന്ന ഭൂപടം. നിത്യജീവന്റെ സന്തോഷത്തിലേക്കും ദൈവത്തിന്റെ മുഖാഭിമുഖ ദർശനത്തിലേക്കും ദ ബിയാട്രിഫിക് വിഷൻ ഈ വചനങ്ങൾ നമ്മെ ഒരുക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ വചനഭാഗങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കത്തോലിക്ക സഭയുടെ അംഗീകൃത POC ബൈബിൾ വായിക്കാൻ നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. വചനം വായിക്കുകയും അത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ദൈവഹിതം നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ ഏവരും അനുഗ്രഹിക്കപ്പെടട്ടെ. നാളെ വീണ്ടും നമുക്കൊരുമിച്ച് കൂടാം. ദൈവത്തിരുമനസ്സിന്റെ നാമത്തിൽ അതുവരെ പ്രാർത്ഥിക്കാം, സ്നേഹിക്കാം, ഈശോയെ പങ്കുവയ്ക്കാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ.